ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ആടുജീവിതം ഇന്ന് 31-ാം ദിനമാണ്. ഒരു മാസം തികഞ്ഞോടിയ ഈ ഒരു ക്ലാസിക് സിനിമ ഇന്ന് മലയാളി സിനിമ പ്രേക്ഷകരുടെ മനസ്സിലെ ഏറ്റവും നല്ല ഒരു സുവർണ്ണ മുഹൂർത്തം എന്ന് തന്നെ പറയാം. ഈ സിനിമ കണ്ടവരെല്ലാവരും സജസ്റ്റ് ചെയ്യുന്നു ഈ സിനിമ ഒരിക്കൽ കൂടി കാണണം, അല്ലെങ്കിൽ മറ്റുള്ളവർ കാണണം എന്നുള്ളത്. ഇന്ന് ഈ ഒരു സിനിമയുടെ കളക്ഷനും സൂചിപ്പിക്കുന്നത് തന്നെയാണ്. നമുക്കറിയാം, ഒരു ലോങ് ലാപ്പിൽ ഓടുമ്പോൾ ഈ ഒരു സിനിമയ്ക്ക് എത്രത്തോളം കളക്ഷൻ ഈ ഒരു 31-ാം ദിവസം വരും. പക്ഷേ സാധാരണ ഒരു സിനിമയ്ക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ കളക്ഷൻ തന്നെയാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ 160 കോടി കഴിഞ്ഞ സിനിമ കേരളത്തിൽ നിന്ന് മാത്രമായി 76 കോടിയും കടന്ന് മുന്നോട്ട് പോവുകയാണ്. ഇൻഡസ്ട്രി ഹിറ്റ് പ്രതീക്ഷിച്ച് തന്നെയാണ് നമ്മളിവിടെ നിൽക്കുന്നത്. 264ഓളം ഷോകളാണ് ഇന്ന് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 15,000-ന് മുകളിലുള്ള കാണികളുള്ളപ്പോൾ 27% ഓക്യുപ്പൻസി ഇതുവരെ വന്നിരിക്കുന്നത്. അതും ഒരു ഹൗസ്ഫുൾ ഷോസും 10ഓളം ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോസും പറയുമ്പോൾ ഇന്ന് 23 ലക്ഷത്തോളം രൂപയാണ് ഇതുവരെ നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. അതായത് ഏറെക്കുറെ ഒരു 40 ലക്ഷത്തിന് മുകളിലാണ് ഇതുവരെ സിനിമ ഗ്രോസ് നേടിയിരിക്കുന്ന ഇന്നത്തെ ദിവസം. ഫൈനലായിട്ട് പ്രെഡിക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് 27 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കും എന്നുള്ളതാണ്. അതായത് ഇന്നലത്തെ എൻ്റെ തൊട്ടടുത്തൊക്കെ തന്നെയുള്ള ഒരു കളക്ഷൻ, അതായത് 50 ലക്ഷം രൂപയ്ക്ക് അടുത്ത്, അല്ലെങ്കിൽ അതിനോട് ടച്ച് ചെയ്യുന്ന ഒരു എമൗണ്ട്. അതായത് സ്ഥിരമായിട്ട് സിനിമയ്ക്ക് ഒരു സ്റ്റഡി കളക്ഷനുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നു. വേൾഡ് വൈഡ് ആയിട്ടും മികച്ച കളക്ഷനാണ് സിനിമയ്ക്ക് വരുന്നത്. പെർ ഡേ സിനിമ 75-80 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് വേൾഡ് വൈഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ചില ദിവസങ്ങളിൽ 1 കോടിക്ക് മുകളിലും എത്താൻ കഴിയുന്നു. നാളെ ഞായറാഴ്ചയാണ്. നാളെ കേരള കളക്ഷൻ തന്നെ 50 കോടിക്ക് മുകളിലേക്ക് ട്രാക്കിംഗ് മുഖാന്തരം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.